ഇതെന്നാ ചീനിച്ചട്ടിയൊക്കെ വെച്ചേക്കുന്നേ? ഇത് ഇരുമ്പ് ചീനിച്ചട്ടി അല്ലല്ലോ. ഇത് ഇരുമ്പിനകത്തല്ല. അല്ലെങ്കിൽ ഇതൊരു കറി വെക്കാൻ പോവുക. കറിയോ? ചോറിനൊഴിച്ച് കൂട്ടാനേ ഒരു കറി. എന്തോ കറിക്ക് പേരില്ലേ? പേരെന്തുവാ ഇപ്പം നമുക്ക്? പുളിയൊക്കെ ഉണ്ടല്ലോ. പുളിങ്കറി. പുളിയുള്ളതുകൊണ്ട് പുളിങ്കറി. വെണ്ടക്ക ഉള്ളതുകൊണ്ട് വെണ്ടക്ക കറി അങ്ങനെ വേണേലും പറയാം. തക്കാളി ഉള്ളതുകൊണ്ട് തക്കാളിക്കറി എന്നും പറയാം. ഒരു തക്കാളി ഉള്ളു, അതുകൊണ്ട് അത് മതി. ഇതിങ്ങനെ കഷ്ണം വെക്കണം. ഇത് നമ്മൾ മെഴുക്കുവരട്ടിക്ക് അരിയുന്ന പോലെ അങ്ങ് അരിഞ്ഞാൽ മതി. എപ്പോൾ വേണേലും ആർക്ക് വേണേലും ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് എന്നുള്ളതാണ് അമ്മയുടെ പരസ്യ വാചകം. എല്ലാം മാർക്കറ്റ് ചെയ്യാല്ലേ ഓരോന്നിനും. ഓക്കെ, ഇത് മതി നമുക്ക്. ഒരു നേരം നമുക്ക് 2-3 പേർക്ക് കൂട്ടാനുള്ളതുകൊണ്ട് ഇത്. അത് ശരി. ഇതിൽ പുളി കാര്യമായിട്ടുള്ള കറി ശകലം പുളി വെക്കുന്നുണ്ട്, പിഴിഞ്ഞൊഴിക്കാനത് മുളി. ശരി. എന്ത് പുളിയാണ് നമ്മളിവിടെ പറയുന്നത്? ഇത് പിഴിപുളി. പിന്നെ എന്തുവാ, വാളംപുളി എടുത്ത് വാളംപുളി ഉണക്കി വെക്കുന്ന സാധനം. തീ വെച്ചിട്ട് കൊടുക്കാമല്ലോ. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കട്ടെ. പിഴിയാൻ വേണ്ടി. അത് ഓക്കെ. ഇതിലാദ്യം എന്താ ഇടണ്ടേ? ഇതാ ഉണങ്ങി എണ്ണ ഒഴിക്കണ്ടേ? എന്തായാലും എണ്ണ ഒഴിക്കണം, വഴറ്റിയെടുക്കണം. അതുവരെ പിടികിട്ടി. കടുക് ഇങ്ങോട്ടെടുത്ത് ഒരു ശകലം ഇട്ടേക്കാം. പിന്നെ കടുക് വറുത്തിട്ടുണ്ടാവും. പിന്നെ കടുക് വറുത്തിടുന്ന ഒന്നുകൂടെ സ്വാദ്. പിന്നെ എന്നാലും ഇച്ചിരി അവിടെ കട്ടെ. കടുകിട്ട് പൊട്ടിക്കാൻ തുടങ്ങാണ്. പച്ചമുളക് ഇതിനകത്തില്. മോരുകറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു. ഇത്രയും ചെയ്യണം. മോരുകറിക്ക് ഇത്രയും ചെയ്യണ്ട, പൊടി ഇട്ട് ഇളക്കി വെച്ചാൽ മാത്രം മതി. അത് ശരിയാ. എന്താ പൊട്ടാൻ തുടങ്ങി. സവാള എങ്ങനെ നീളത്തിലരിയോ? സവാളയല്ല, ഇത് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. തക്കാളി ഇങ്ങനെ കഷ്ണമാക്കി എഴുതി. ഇങ്ങനെ കഷ്ണം. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ ആദ്യം ഇടാം. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ? മതി നടുവേ കയറിയിട്ടേ ഉള്ളൂ. അത് ശരി. ചെറുതായിട്ടൊന്ന് ആകുമ്പം ഇത് ഒരുപാട് മൂത്തിട്ടൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് ഇത് കൂടി ഒന്ന് വഴണ്ടു. ഇത് ഇട്ടൊന്ന് അതുപോലെ ഒന്ന് വഴക്കണം. അതായത് വെണ്ടയ്ക്ക. തക്കാളി പിന്നെ ഇടുന്നല്ലേ? പിന്നെ തക്കാളിയും ഇടാം, ഉടനെ ഇടാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്ന സാധനമല്ലേ? മുളക് അങ്ങനെ വേറെ ആയിട്ട് കിടക്കും അല്ലേ? വെന്തോളും. പിന്നെ വേറെ എങ്ങനെ കിടന്നോട്ടെ, കാണുകയും ചെയ്യാം. കടിച്ചിട്ട് പിന്നെ കരയുണ്ടല്ലോ. കടിച്ചെന്നും പറഞ്ഞ് കരയുണ്ടല്ലോ. ഇതിപ്പോ കാണാവുന്ന തരത്തിൽ അതിനായത് ഇങ്ങനെ ഇടുന്ന ഞാൻ. അല്ലെങ്കിൽ പിന്നെ മുളക് കടിച്ച് എന്ന് പറയും. ഇത് ഒരുപാടായില്ല. പിന്നെ തക്കാളിയും കൂടെ ഇടാം. ഒന്നും ആയിട്ടില്ല, ഒന്ന് വഴണ്ടതേ ഉള്ളൂ. ഇനി അതങ്ങനെ അതും അതുപോലെ ആവട്ടെ. ഒന്ന് വഴണ്ടിട്ടല്ലേ? ഇച്ചിരി ഉപ്പിടാം അതിൻ്റെ കൂടെ. ഉപ്പിട്ടില്ലായിരുന്നു ഇതുവരെ. മഞ്ഞപ്പൊടി ഇടണ്ടേ? വേണം, മഞ്ഞപ്പൊടി. ഉപ്പിട്ട് ഇളക്കുക.
പുളി അങ്ങ് പിഴിഞ്ഞോ അമ്മേ? പുളി പിഴിഞ്ഞ് മാറ്റിഞ്ഞെടുത്ത്. തക്കാളി അങ്ങോട്ട് ആവുന്നേ. അതിപ്പോൾ ഇനി വെന്തോളും. പിന്നെ വെള്ളം ഈ പുളി പിഴിഞ്ഞിട്ട് ഇത് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് ഇത്. എന്നിട്ട് അതങ്ങോട്ട് അല്ല ഇത്തിരി മല്ലിപ്പൊടിയും കൂട്ടിയിട്ട് ഇളക്കിയിട്ട്. ഓ അത് ശരി. മല്ലിപ്പൊടി, മല്ലിയുടെ ടേസ്റ്റ്. ഒരു സ്പൂൺ. അത് ഇച്ചിരി സ്പൂൺ, 2.5 സ്പൂൺ. മല്ലി കയറി കീഴടക്കി, മല്ലിയുടെ മണമായി. വെള്ളം ഒഴിക്കാനായോ? പാകും. മല്ലിയുടെ നിറം ഒന്ന് മാറട്ടെ. മല്ലിയുടെ ഇതൊന്ന് മാറട്ടെ. എന്നിട്ട് ശകലം മുളക് പൊടിയോടെ ചേർക്കുക. മുളക് പൊടി ശകലമേ ചേർത്തുള്ളൂ, ഒരുപാട് വേണ്ട, എരി കൂടിക്കും. അതെ അതെ. ഒന്നാമതേ ഇതുണ്ട്, പച്ചമുളകുണ്ട്. പക്ഷെ അത് പിന്നെ വലിയ എരി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു അല്ലേ? എന്നിട്ട് ഈ വെള്ളം തിളപ്പിച്ച വെള്ളമായത് കുറച്ചങ്ങോട്ട് ഒഴിക്കാം. അത് ഇങ്ങനെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് വേവണം. ശകലം നേരം, ഒരുപാട് സമയം വേണ്ട, അതൊന്ന് തിളച്ചോട്ടെ. ഓക്കെ. അത്യാവശ്യം വെന്തല്ലോ അമ്മേ. ഇനി പുളി അങ്ങോട്ട് ഒഴിക്കാം. പുളി പിഴിഞ്ഞത് നേരത്തെ. പുളി ഒഴിച്ചു. നോക്കട്ടെ ഇനി എന്താണ്? ഇത്രയേ ഉള്ളൂ കറി ഏതാണ്ടല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് തിളച്ച് വെന്താൽ മതി ശകലം നേരം കൂടെ. പുളിയുടെ മണമായി കൂടുതൽ. അങ്ങനെ ഇത് പുളിങ്കറിയായി മാറുന്നു. ഈ ഇതൊക്കെ ഉള്ളതുകൊണ്ടേ, മല്ലിപ്പൊടി ഉള്ളതുകൊണ്ടേ അതിന് വേറൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഉപ്പെല്ലാം ഉണ്ടാവും. ഇച്ചിരി ഉപ്പ് കൂടി ചേർത്തേക്കാം, ചോറിനകത്ത് ഒഴിക്കാനല്ലയോ. ഒരു 1/2 സ്പൂണോട് ഉപ്പിട്ടു. ഇനി വെയിറ്റ് ചെയ്യല്ലേ? ഇനിയിപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ കടുവ് വറക്കണം. കടുവ് ആദ്യം മറച്ചില്ലേ നമ്മൾ? അത് കടുവ് മാത്രമല്ലേ ഇട്ടുള്ളൂ, അതിനകത്ത് ഉള്ളിയും മുളകും ഒന്നും ഇട്ടില്ലല്ലോ. അതായത് കടുവ് വറക്കുന്നതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അത് വേറെയാ. അതുകൊണ്ട് തന്നെ ഒരു കോംപ്രമൈസിനും അമ്മയില്ല. ഇതിലും അവസാനവും കടുവ് വറക്കാൻ തീരുമാനിച്ചു. അതാ തിളയ്ക്കാൻ തുടങ്ങി. തിളച്ചോട്ടെ, അതിന് കുഴപ്പമില്ല, അത് തിളയ്ക്കുന്നതിന് കുഴപ്പമില്ല. എന്തായി? ഇച്ചിരി ഉലുവാപ്പൊടി കൂടി ഇടുക. എന്തിനാമേ? ഉലുവാപ്പൊടി ഇതുവരെ ഇട്ടില്ലായിരുന്നു. ഉലുവാപ്പൊടി ഒടുവിലാ ഇടുന്നേ. ഉലുവയുടെ മണമായി. ദഹനത്തിന് അതിവിശിഷ്ടം. അതുകൊണ്ട് ഈ കൊഴുപ്പ് മതിയല്ലോ. നോക്കട്ടെ, കൊഴുപ്പ് അത് മതി. ചോറിനകത്ത് ഒഴിക്കാനുള്ള മാറ്റാണോ? എന്നിട്ട് ഇനി കടുവ് വറക്കൽ. കടുവ് വറക്കൽ മഹാമഹം. തീ കൂട്ടിക്കോ. അങ്ങനെ ആദ്യവും അവസാനവും കടുവ് ഇട്ട് വറത്ത സ്പെഷ്യൽ പുളിങ്കറിയിൽ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കടുവ് വറക്കുന്നത് എപ്പോഴും ടേസ്റ്റ് തന്നെ. കടുവ് വറക്കാത്ത സാധനത്തിനെ ഉള്ള വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് മോരേറിയെക്കാട്ടിൽ ഇച്ചിരൂടെ പണിയുണ്ട്. അത് പെട്ടെന്ന് പൊടിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാവുന്ന. ഇത് ഇച്ചിരി കൂടെ ജോലിയുണ്ട്. കഷ്ണം എടുക്കണം, അത് അരി അഴിഞ്ഞെടുക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ട്. ഇത് അതിലൊഴിക്കോ? അത് ഇതിലൊഴിക്കോ? ഇത് അതിലൊഴിക്കും. ഓഹോ.
ആയി. വഴണ്ടു. തീ അണച്ചു. നേരെ ഇതെടുത്തു. കടുക് വറുത്ത് കറി റെഡി. അതിനകത്ത് ഒന്നുകൂടെ ഒഴിച്ച് അതിലുള്ള മുഴുവൻ സാധനം ഊറ്റിയെടുത്തിരിക്കുക നമ്മൾ. അടപ്പോലെ അങ്ങനെ കറി റെഡി അല്ലേ? ഇത്രയല്ലോ റെഡി. അടച്ച് ജസ്റ്റ് ഒന്ന് വെക്കുന്നു. തീർന്നു. വേണ്ടപ്പെടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാം. അതാണ് പ്രത്യേകത. വലിയ ജോലിയൊന്നുമില്ല. അത്രയും വലിയൊരു ജോലി എന്ന് പറയാനൊന്നും ഇല്ലത്. ഇല്ല